ലോക ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ഏറ്റുമാനൂർ KMC FHSCയുടെയും ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ക്ഷയരോഗ ദിന റാലി, മനുഷ്യച്ചങ്ങല, പ്രതിജ്ഞ, ഫ്ലാഷ് മോബ്, സ്കിറ്റ്, ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. പേരൂർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച സന്ദേശ റാലി 5-ാം വാർഡ് കൗൺസിലർ തങ്കച്ചൻ കോണിക്കൽ, KMC FHC AMO ഡോക്ടർ രശ്മി രാമചന്ദ്രൻ എന്നിവർ സംയുക്തമായി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഏറ്റുമാനൂർ മുനിസിപ്പൽ ഓഫീസ് പരിസരത്ത് ജനപ്രതിനിധികളും ജീവനക്കാരും പൊതുജനങ്ങളും ക്ഷയരോഗ പ്രതിരോധ പ്രവർത്തനത്തിൽ പങ്കാളികളായി കൊണ്ടുതീർത്ത മനുഷ്യച്ചങ്ങലയിൽ അണിചേർന്നു. തുടർന്ന് നടന്ന സമ്മേളനം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ലൗലി ജോർജ് പടികര ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കൗൺസിലർമാരായ വിനോദ്, മഞ്ജു അലോഷ്, ഹെൽത്ത് സൂപ്പർവൈസർ ബിജു C കിഴക്കേടം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ ജയൻ KA ക്ഷയരോഗ ദിനത്തിന്റെ ഭാഗമായി എല്ലാവർക്കുമായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. KMC FHC മെഡിക്കൽ ഓഫീസറും NTEP ചാർജ് ഓഫീസറുമായ ഡോക്ടർ രാഹുൽ സഹദേവൻ ക്ഷയരോഗവും പ്രതിരോധ മാർഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ ക്ഷയരോഗം സന്ദേശം ഉൾക്കൊണ്ട് ഫ്ലാഷ് മോബും സ്കിറ്റും അവതരിപ്പിച്ചു. ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി സ്റ്റാഫിനു വേണ്ടി നടത്തിയ ക്വിസ് മത്സരത്തിൽ വിജയികളായ കൃഷ്ണ, ജെഫി എന്നിവർക്ക് ട്രോഫിയും ക്യാഷ് പ്രൈസും ചെയർപേഴ്സൺ കൈമാറി. ഹെൽത്ത് ഇൻസ്പെക്ടർ മറൈൻ ബിന്ദു, PHN ജയമോൾ VK എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. സിസ്റ്ററെ 19-ാം തീയതി കഫ പരിശോധിക്കാനായിട്ട് കൊടുത്തായിരുന്നു. ഇതിന്റെ റിസൾട്ട് കിട്ടിയായിരുന്നു. വേണു 54 വയസ്സ്. എന്താ സിസ്റ്ററെ? റിസൾട്ട് കിട്ടിയല്ലേ? അച്ഛനെ 2-3 ആഴ്ചയായിട്ട് ചുമയായിരുന്നല്ലോ, നല്ല കഫ കിട്ടി ചുമയായിരുന്നല്ലോ പറഞ്ഞേ. അപ്പൊ ഞാന് ക്ഷയരോഗത്തിനുള്ള ഒരു കഫ പരിശോധന ടെസ്റ്റ് ആയിരുന്നു ചെയ്തത്. ഇപ്പൊ ആ ടെസ്റ്റ് പോസിറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛൻ പേടിക്കാനൊന്നുമില്ല. ഇപ്പൊ ഈ ക്ഷയരോഗം എന്ന് പറയുന്നത് നമുക്ക് മരുന്ന് കൊണ്ട് ചികിത്സ ചെയ്തിട്ട് മാറ്റാൻ പറ്റുന്ന, പൂർണ്ണമായി മാറുന്ന ഒരു രോഗമാണ് ക്ഷയം. വീട്ടിൽ ആർക്കെങ്കിലും ക്ഷയം രോഗമുണ്ടായിരുന്നോ? ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ക്ഷയരോഗമില്ല. ക്ഷയം എന്ന് പറയുന്നത് വായു കൂടി പകരുന്ന രോഗമാണ്. അപ്പം പുറത്തുനിന്ന് എവിടെയെങ്കിലും കിട്ടിയതായിരുന്നു, അങ്ങനെ ആരെങ്കിലുമായിട്ട് സമ്പർക്കം പുലർത്തിയായിരുന്നു? i4E ന്യൂസ്, ഏറ്റുമാനൂർ.